എടുത്ത ഒരു സാധാരണ സിനിമ എന്നുള്ള രീതിയിൽ പടം പോയി ഒരു 85%. എന്നാൽ അവസാനത്തെ ഒരു 15%, അതായത് ഒരു ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റോ ഒരു 15 മിനിറ്റോ അടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ സിനിമ മൊത്തത്തിൽ അതുവരെ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ മാറി മറ്റൊരു തലത്തിലേക്ക് സിനിമ നീങ്ങി. അതുവരെ കണ്ടുവരുന്ന ആ രീതിയിലാണ് സിനിമ അവസാനിച്ചിരുന്നതെങ്കിൽ യാതൊരുവിധ ഇമ്പാക്റ്റും തരാത്ത ഒരു ആവറേജ് ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് സിനിമ അങ്ങ് തീർന്നേനെ. പക്ഷെ എന്ത് ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചതെന്നറിയില്ല, സിനിമയെ നേരെ അതിനെ മറ്റൊരു ഇമോഷണൽ ലെവലിലേക്ക് കുറച്ച് ചൈൽഡ് സെന്റിമെന്റ്സ് ഒക്കെ കയറ്റുന്ന രീതിയിൽ, ചൈൽഡ് സെന്റിമെന്റ്സ് മലയാളികൾക്ക് അന്നും ഇന്നും മനസ്സിൽ തട്ടുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ്. അതേപോലെ എല്ലാ തരത്തിലും നല്ലൊരു കണ്ടിറങ്ങുന്ന വ്യക്തികൾക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള കുറച്ച് ഇമോഷണൽ സീൻസ് സിനിമയ്ക്കകത്ത് അവസാനത്തെ ഒരു 15 മിനിറ്റ് ഇൻക്ലൂഡ് ചെയ്തു. അതും കുറച്ച് നല്ല ക്യാൻവാസിൽ എടുത്തതാണ്. കുറച്ച് വലിയ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ അവസാനത്തെ നിമിഷങ്ങളിൽ ഒതുങ്ങിക്കൂടി നിന്ന ഒരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ നിന്ന ഈ സിനിമ പിന്നെ കുറച്ച് ട്രാവലും ട്രെയിനും റെയിൽവേസും പല പല ലൊക്കേഷൻസും ഇന്ത്യയിലെ പല പല ഭാഗങ്ങളും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനായി മാറി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ കണ്ടിറങ്ങുമ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിൽ ചെറിയൊരു നൊമ്പരത്തോടെ പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇമോഷണൽ സീൻസ് ഉൾപ്പെടുന്ന രീതിയിൽ ആ സിനിമ അങ്ങ് അവസാനിച്ചു. ഇനി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള രംഗം ഈ സിനിമയ്ക്ക് ഉചിതമായതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയല്ല ആ സിനിമ തുടങ്ങിയതും അത് നീങ്ങിയതും. പക്ഷെ അവസാനം ആ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള ഒരു പാറ്റേണിലേക്ക് ഷിഫ്റ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ രംഗങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. ആ ഒരു പാളിച്ചയും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കണ്ടിറങ്ങുന്ന വ്യക്തികൾക്ക് മനസ്സിൽ കുറച്ച് വിഷമത്തോടെ അല്ലെങ്കിൽ ഒരു നൊമ്പരത്തോടെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള രംഗങ്ങളായിരുന്നു. അതാണ് ഈ സിനിമയിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഭയങ്കരമായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ